കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. എന്നെ രക്ഷിച്ചതും വീണ്ടെടുത്തതുമായ ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമം അനേക വ്യക്തിഹൃദയങ്ങളുടെ ജീവിതങ്ങളിൽ ഒരാശ്വാസത്തിന് ഉതകത്തക്ക നിലകളിൽ എന്നെ ഇതുവരെ ആ നിലയിൽ നയിച്ച ദൈവനിയോഗത്തെ സംബന്ധിച്ചും പരിശുദ്ധനായ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തെക്കുറിച്ചും ഞാൻ കടന്നു വന്ന വഴികളെക്കുറിച്ചും ഞാൻ അനുഭവിച്ച തിക്താനുഭവങ്ങളും സുവിശേഷ വേലയിൽ നേരിട്ട ചില പ്രതിസന്ധികളും അതിനേക്കാളപ്പുറം ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ദൈവപ്രവൃത്തിയുടെ മഹത്വം നേരിട്ട് കണ്ട ചില രംഗങ്ങളും നിങ്ങളുടെ നടുവിൽ വിവരിക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ സന്നദ്ധനായിട്ട് ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ രാജു ലൂക്കോസ്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലുമുക്കിൽ ബിതുര ദേശത്ത് പേരത്തുപാറ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് നെടുമങ്ങാട് നോർത്ത് സെൻറ്ററിൻ്റെ പ്രാദേശിക സഭയിലെ ശുശ്രൂഷക്കാരനായിട്ട് എനിക്കായിരിക്കുവാൻ ദൈവം തന്ന നല്ല അനുഭവത്തിനും അവസരത്തിനുമായിട്ട് ജീവനുള്ള ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കാതലായ ഒരു വിഷയമെന്ന് പറയുന്നത് എൻ്റെ ജീവിതം, ഞാൻ വളർന്നു വന്ന അനുഭവങ്ങൾ, എൻ്റെ ശൈശവ കാലങ്ങൾ, എൻ്റെ യൗവനത്വം, അതേ തുടർന്ന് എൻ്റെ ഭാവി അനുഭവങ്ങളും ഞാൻ ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ തക്കവണ്ണം മുഖാന്തരമായ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ വീട് ഒരു സാധാരണ ഒരു കൊച്ചു വീടായിരുന്നു. ആ വീട്ടിനകത്ത് അപ്പനും അമ്മയും എൻ്റെ മറ്റ് വാത്സല്യ സഹോദരങ്ങൾ ചേർന്ന് 8 സഹോദരങ്ങൾ 8 മക്കൾ ജീവിച്ച ഒരു കൊച്ചു വീടായിരുന്നു. അധികം പുറമെയുള്ള കാഴ്ചകളോ മനോഹാരിതകളോ കാണാനുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനിത് പങ്കുവയ്ക്കുമ്പോൾ നിറകണ്ണുകളോടെ അല്ലാതെ എനിക്ക് ഈ വാക്കുകൾ പൂരിപ്പിക്കാൻ ആകില്ല. അത്രയും ജീവിതത്തിൽ വേദന സഹിച്ച, ഭാരമനുഭവിച്ച, ഇല്ലായ്മ സഹിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പന് 8ാമത്തെ പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുൻപിൽ 7 പേരുണ്ട്. എന്നാൽ എനിക്കറിയാത്ത ഒരനുഭവം, ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കാതിൽ പറഞ്ഞ മർമ്മപ്രധാനമായ ഒരു പദമാണ്, ഒരു വാക്കാണ് എനിക്കിതിലേക്ക് കടക്കാൻ, പ്രവേശിപ്പാൻ തക്കവണ്ണം കാരണമായി മാറിയത്. 1970 ഏപ്രിൽ മാസം നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഞാൻ ജനിച്ചു എന്ന് ഞാൻ വളർന്നു വരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് ധരിപ്പിച്ചു. എൻ്റെ മൂത്ത സഹോദരങ്ങൾ 7 പേര്. അതിൽ 8ാമത്തവനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ച് അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു രോഗത്തിൻ്റെ അനുഭവം പ്രവേശിച്ചു. മഞ്ഞ എന്നൊരു രോഗം എന്നെ പിടിച്ചു. ആ രോഗത്തിൽ ഞാൻ ജനിച്ച അല്പ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി മാറി. ഡോക്ടർമാർ, നഴ്സുമാർ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞത്, അമ്മേ, നിങ്ങളുടെ ഈ കുഞ്ഞ് മരിച്ചുപോയി എന്നൊരു വാക്ക് എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ ഹോസ്പിറ്റലിൽ എല്ലാവരും നോക്കി നിൽക്കെ അലമുറയിട്ട് കരഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞത്, ഇല്ല, ഒരിക്കലും എൻ്റെ ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, മരണത്തിന് അവനെ കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. അമ്മ ശക്തമായി കരയാൻ തുടങ്ങി. അതിനകത്തുള്ള പലരും എൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങി. പലരും എൻ്റെ അമ്മയുടെ അരികിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞ് മരിച്ചു, അതുകൊണ്ട് ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ദൈവം ആരാണെന്നോ, യേശു ആരാണെന്നോ, ദൈവത്വം എന്താണെന്നോ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ എന്താണോ എന്നുള്ളത് എൻ്റെ അമ്മയ്ക്കറിയില്ലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ വച്ച് 1970 എൻ്റെ അമ്മ ഒരു പദം തൻ്റെ നാവിൽ നിന്ന് പുറത്ത് വന്നത് ഇങ്ങനെയായിരുന്നു, എൻ്റെ കുഞ്ഞിനെ ദൈവം ജീവനെ തിരിച്ചു നൽകിയാൽ ഞാൻ അവനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം, കൊടുക്കാം എന്നൊരു പദം എൻ്റെ അമ്മ അറിഞ്ഞോ അറിയാതെയോ ആ വേദനയുടെ, ആ ദുഃഖത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പദം അങ്ങനെ പറയാനിടയായി മാറി. പറയട്ടെ, അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് കണ്ണു തുറന്നു എന്നുള്ളത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ വളരാൻ തുടങ്ങി, ജീവിക്കാൻ തുടങ്ങി. എൻ്റെ യൗവനകാലത്ത്, എൻ്റെ ബാല്യകാലത്തിലൊക്കെ ഞാൻ എൻ്റെ സ്കൂളിൽ ഒറ്റപ്പെട്ടവനായിരുന്നു.
എൻ്റെ പഠനകാലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കീഴ്പ്പെടുത്തുന്ന ചില രോഗ അനുഭവങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ പഠനത്തിൽ ശ്രദ്ധ വയ്ക്കാനോ അത്തരത്തിൽ ബുദ്ധിയോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ മുൻപോട്ട് പോകാനിടയായത്. എൻ്റെ പഠന കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ മറ്റൊരു രോഗവും എന്നെ കടന്നു പിടിച്ചു. എൻ്റെ ഇടത്തെ കാതിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. എൻ്റെ കാതുകൾ പഴുത്തുപൊട്ടി. എൻ്റെ കാതിൽ നിന്ന് അസഖ്യമായ പഴുപ്പും ആ ദുർഗന്ധവും പുറത്തു വന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അംഗീകരിക്കാനോ അവരോടൊപ്പം എന്നെ മറ്റ് കാര്യാദികളിൽ പ്രവേശിപ്പിക്കാതെ ഞാൻ എന്തുകൊണ്ടും ഒറ്റപ്പെട്ടവനായിട്ട് തീർന്നു. എൻ്റെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാനത് പഠിക്കുമ്പോഴും അത്തരത്തിൽ ഈ രോഗം എന്നെ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പല ചികിത്സകളും എൻ്റെ സഹോദരങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്നെ പല ഡോക്ടർമാരെയും കൊണ്ട് കാണിച്ച് നാട്ടു ചികിത്സകളും പലതും ചെയ്തുവെങ്കിലും അതൊന്നും എനിക്കൊരു ശമനമോ ആശ്വാസമോ അല്ലായിരുന്നു. ഞാൻ വളരെ ഭാരമുള്ളവനായിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്ന വേദികളിൽ സ്ഥാനങ്ങളിൽ ഞാൻ പുറകിൽ മാറി നിന്ന് ആ അനുഭവങ്ങൾ കണ്ട് കരയുമായിരുന്നു. പല കാര്യങ്ങളിലും എന്നെ ഉൾപ്പെടുത്താതെ ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു. ഞാൻ എന്നെ തന്നെ പലപ്പോഴും എൻ്റെ ജീവിതത്തോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി മാറി, എൻ്റെ നിലവാരത്തിൽ ഞാൻ ഇങ്ങനെയായല്ലോ എന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയും കരയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പഠനകാലം മുൻപോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് വന്ന് പറഞ്ഞ ഒരു പദമുണ്ട്. കുഞ്ഞെ, നീ അറിയേണ്ട ഒരു സത്യമുണ്ട്, നീ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. എളിമത്വത്തോടെ സാധാരണ ജീവിതം നയിക്കുന്ന വലിപ്പഭാവങ്ങളൊന്നുമില്ലാതെ കൂലിപ്പണി ചെയ്ത് എന്നെ വളർത്തിയ എൻ്റെ അമ്മ എൻ്റെ അപ്പനേക്കാൾ ഞങ്ങളെ ആ നിലയിൽ പുലർത്താൻ തക്കവണ്ണം വെമ്പൽ കൊണ്ടതും ഭാരപ്പെട്ടതും എൻ്റെ അമ്മയായിരുന്നു. ആ അമ്മയോടൊപ്പം പലയിടങ്ങളിലും പോകുകയും സഞ്ചരിക്കുകയും എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിക്കാനുള്ള അനുഭവങ്ങളിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ എൻ്റെ 10ാം സ്റ്റാൻഡേർഡ് പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു പദം ഇതായിരുന്നു, കുഞ്ഞെ, നീ അറിയേണ്ട ഒരു സത്യം, അത് ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ചോദിച്ചെന്താ പറയാനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ, നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ നിൻ്റെ ജനാനന്തരം നീ മരിച്ച ഒരു കുഞ്ഞായിരുന്നു. ആ ഹോസ്പിറ്റലിൽ എല്ലാവരും കേൾക്കെ ഞാൻ നിലവിളിച്ചു, ഞാൻ കരഞ്ഞു. എൻ്റെ കുഞ്ഞിന് ജീവനെ തിരിച്ചു തന്നാൽ ഞാൻ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം എന്നൊരു പദം ഞാൻ ദൈവത്തോട് പറഞ്ഞു. എനിക്ക് ദൈവം ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എങ്കിലും ജീവനുള്ള ദൈവമുണ്ടോ എന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. യേശു ദൈവമാണോ എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ അന്നൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നാൽ അല്പം കഴിഞ്ഞ് നിൻ്റെ ജീവനെ ദൈവം തിരിച്ചു തന്നു. അതുകൊണ്ട് നീ ലോകപ്രകാരം ജീവിക്കാനുള്ള ഒരു വ്യക്തിത്വമല്ല, നീ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടേണ്ടവനും ദൈവത്തിൻ്റെ സേവയിൽ വേലയിൽ അധികം മുൻപോട്ട് പോകേണ്ടവനും എന്ന് എൻ്റെ അമ്മ എന്നെ ഓർപ്പിക്കാനിടയായി മാറി. ആ പദം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ഭാരം ഉളവാക്കി. ഞാൻ മുന്നമേ ഓർപ്പിച്ചതുപോലെ തന്നെ എൻ്റെ കാതിൻ്റെ അസ്വസ്ഥതയും അങ്ങനെയുള്ള ചില രോഗവേദനകളും എന്നെ ഭാരപ്പെടുത്തിയെങ്കിലും ഈ 10ാം സ്റ്റാൻഡേർഡിൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ ആ രോഗം ചികിത്സ കൊണ്ടോ മറ്റേതോ ഔഷധം കൊണ്ടോ അതിൻ്റെ മുൻപിൽ എനിക്കൊരു ശമനം, സൗഖ്യം ലഭിക്കുവാനായിട്ട് കാരണമായി മാറി. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പാലോട് പെരിങ്ങമലയുള്ള ഇക്ബാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പഠനകാലഘട്ടത്തിലൊക്കെ ഞാൻ പലതിലും മുൻനിരയിൽ നിന്ന് പലതും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ പോയവന് എനിക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രിയം സിനിമയായിരുന്നു. രാവിലെ തുടങ്ങിയ ആ നിലയിൽ ഒരു തിയേറ്ററിൽ പ്രവേശിച്ചാൽ അന്നത്തെ 3 ഷോയും കണ്ട് മടങ്ങി വരുന്ന ഒരു സ്ഥിതിയായിരുന്നു എൻ്റെ ആ യൗവന കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ലോകം മതി എന്നുള്ള ഈ ചിന്തയിൽ ഞാൻ തിമിർത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എന്നെ ഓർത്ത് കരഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ കാലാന്തരത്തിൽ എന്നെ ഓർത്ത് കരഞ്ഞു. ഞാനെൻ്റെ സഹോദരങ്ങളോട് പലരോടും ചോദിച്ചു, എൻ്റെ ഈ അമ്മ ഈ പറഞ്ഞ അമ്മ സത്യമാണോ, ഇതിലെന്തെങ്കിലും ആഴമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെയും വളരെ പ്രായം കുറഞ്ഞ സഹോദരങ്ങളായതുകൊണ്ട് അവർക്കൊന്നും ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയി. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഇത് സത്യമാണോ എന്ന് അറിയില്ല എന്ന് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ ഞാൻ ഓർപ്പിക്കട്ടെ. എൻ്റെ അമ്മയുടെ വാക്കുകൾ എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി. ഞാനങ്ങനെ പ്രീ ഡിഗ്രിയുടെ പഠനം പൂർത്തിയാക്കാതെ 1988 ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കണം എന്നുള്ള ചിന്തയോടെ ഞാൻ അതിൽ നിന്ന് എൻ്റെ സഭയിൽ
എൻ്റെ ശുശ്രൂഷകന്മാരോട്, എന്നെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ധരിപ്പിക്കുവാനായിട്ട് കാരണമായി മാറി. അന്നും വളരെ ബുദ്ധിമുട്ട്, ഇടുക്കം അനുഭവിക്കുന്നൊരു കാലമാണ്. സഹായിക്കാനായിട്ട് അധികം വ്യക്തിത്വങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. തിന്നാൻ നല്ല ഭക്ഷണമില്ല, ധരിക്കാനായിട്ട് നല്ല വസ്ത്രങ്ങളില്ല, കിടക്കാനായിട്ട് നല്ല വീടുകളൊന്നുമില്ല. അങ്ങനെ ഒരു ഓലപ്പുരയ്ക്കകത്ത് ജീവിതം കഴിക്കുമ്പോൾ തന്നെയാണ് 88 എനിക്ക് ഉള്ളിൽ ഒരു പ്രേരണയും ദൈവവിളിയും ഉണ്ടായി. ദൈവത്തിൻ്റെ വചനം പഠിക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ 88 ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം കൊല്ലം ജില്ലയിലുള്ള അവിടെയുള്ള ചാത്തന്നൂർ എന്ന് പറഞ്ഞ BBC ആ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ഞാനവിടെ കടന്നുപോയി. എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ നല്ല വസ്ത്രം ധരിച്ചും നല്ല വേഷവിധാനത്തോടു കൂടെ ഒക്കെ ആയിരുന്നപ്പോഴും അവിടെ മറ്റ് ഉപാധികളൊന്നും നിരത്തി വയ്ക്കാനില്ലാതെ, ഒരു ഓലപ്പുരയിൽ ജീവിച്ച എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലാതെ ഞാൻ അല്പകാലങ്ങൾ അവിടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അവിടെ ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് ഞാനാണ്. പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ദൈവത്തോട് പറയാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തോട് മാത്രം എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ മൂത്ത സഹോദരൻ, അദ്ദേഹത്തിന് വിദേശത്ത് പോകാനുള്ള ഒരു സാധ്യത അവസരമുണ്ടായി. അദ്ദേഹം വിദേശ ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിത്തരാനും നല്ല ആഹാരങ്ങൾ തരാനും ഒക്കെ എൻ്റെ സഹോദരന് ദൈവം അവസരം കൊടുത്തു. ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കാനിടയായത് എൻ്റെ മൂത്ത സഹോദരൻ തൻ്റെ വിദേശ യാത്രയിൽ പ്രവേശിച്ചതുകൂടെയാണ്. ഞാനെന്ന് മാത്രമല്ല, എൻ്റെ ശേഷിക്കുന്ന സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ നന്മ അനുഭവിച്ച് അത്തരത്തിൽ ഞങ്ങൾ ജീവിതസ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, എൻ്റെ വിശ്വാസം അതോടുകൂടെ ഈ ബൈബിൾ കോളേജിലേക്ക് എൻ്റെ പ്രവേശനത്തിൽ പഠനത്തിൽ ഒത്തിരി കാര്യങ്ങൾ എന്നെ ദൈവം പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. സാധാരണ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉൾവിളി ഉണ്ടായി ദൈവജനം പഠിക്കാനായിട്ട് അവർ പുറപ്പെട്ടു പോകുന്നത്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ 16-ാമത്തെ വയസ്സിലായിരുന്നു. കർത്താവ് യേശു ദൈവമാകുന്നു എന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തീരുമാനമെടുക്കാനായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സൺഡേ സ്കൂൾ കാലയളവിൽ വെച്ച് അവിടെ ദൈവദാസന്മാർ എന്നോട് പറഞ്ഞ ആ വാക്കിൻ്റെ മുൻപിൽ യേശു ദൈവമാണെന്ന് എനിക്ക് സമർപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ ഞാൻ അന്ന് എൻ്റെ കാതുപഴുത്ത് വളരെ നാറ്റമുള്ളവനായിട്ട് എല്ലാവരും മാറ്റി നിർത്തിയ മണ്ഡലത്തിൽ ആ സമയത്താണ് എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് ഈ രോഗം എന്നിൽ നിന്ന് മാറുകയും യേശുവിൻ്റെ പ്രവൃത്തി എന്താണെന്ന് എനിക്ക് അനുഭവിക്കാനും ഇടയായത്. അങ്ങനെ 88 ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാ സുഹൃത്തുക്കളും അവധിക്കാലമാകുമ്പോൾ അവരുടെ വീടുകളിൽ, അവരുടെ നാടുകളിലേക്ക് അവരുടെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, അവരുടെ സഭകളെ തേടി പോകുന്ന രീതിയുണ്ട്. ഒരു ദിവസത്തിൽ അവധി ദിവസം വന്നു. കഴിഞ്ഞ ആ ദിവസത്തിൻ്റെ തലേ രാത്രിയിൽ അറിയിപ്പുണ്ടായി, നാളെ മുതൽ 10 ദിവസത്തെ അവധിയാണ്, എല്ലാവരും വീട്ടിൽ പോകണമെന്നുള്ളത്. എല്ലാവരും അതിനുള്ള തലേ രാത്രിയിൽ നല്ല ഒരുക്കങ്ങൾ നടത്തി. പക്ഷേ ഞാൻ മാത്രം അതിൻ്റെ മുൻപിൽ വീട്ടിലോട്ട് പോകാനായിട്ട് സാമ്പത്തികമില്ലാതെ വളരെ ഭാരമുള്ളവനായിട്ട് ആ കോളേജിൽ ആ 10 ദിവസങ്ങൾ കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് കൊല്ലത്ത് നിന്ന് ഇവിടെ വരണമെങ്കിൽ അന്നത്തെ ആ സാമ്പത്തികമനുസരിച്ച് ഏകദേശം 15 രൂപയോളം ആകും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ 15 രൂപ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ യാത്ര ഒഴിവാക്കി ആ ദിവസങ്ങൾ കോളേജിൽ മറ്റ് എൻ്റെ സഹോദരങ്ങളോടുകൂടെ ചേർന്ന് അവിടെ സമയം കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ഉൾപ്രേരണ ഉണ്ടായി. ഞാൻ എൻ്റെ സഹോദരനെ ഏൽപ്പിച്ച ആ ചെറിയ ബാഗ്, ആ പെട്ടി ഒന്ന് തുറന്ന് ഞാൻ അതിനകത്തുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ പരിശോധിക്കുകയാണ്. പെട്ടെന്ന് ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ ബാഗിനകത്ത് 20 രൂപയുടെ ഒരു നോട്ട് കിടക്കുന്നത് എനിക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞു. ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ഉച്ചത്തിൽ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, പോകാനുള്ള സാമ്പത്തികം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ഞാനും ആ യാത്രയിൽ ആ ദിവസങ്ങൾ 10 ദിവസത്തെ അവധിക്ക് എൻ്റെ വീട്ടിൽ കടന്നു വരാനിട്ടിടയായി തീർന്നു. എൻ്റെ പെട്ടിക്കകത്ത് ഒരു നാണയത്തൊട്ട് പോലും ഇല്ലാത്ത ആ സമയത്ത് എങ്ങനെ എൻ്റെ ആ ബാഗിനകത്ത് 20 രൂപ വന്നു എന്ന് ചോദിച്ചാൽ അതൊരു ദൈവാത്ഭുതമെന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എൻ്റെ അന്തരംഗമറിഞ്ഞ്, എൻ്റെ മനദുഃഖമറിഞ്ഞ്, എൻ്റെ ഞെരുക്കമറിഞ്ഞ് എൻ്റെ ദൈവം
അത് എനിക്ക് വേണ്ടി ആ ബാഗിനകത്ത് പെട്ടിക്കകത്ത് എൻ്റെ യാത്രയ്ക്കുള്ള ഭൗതിക നന്മ കരുതി നൽകാൻ ഇടയായി. അത് മറ്റാരുടെയും കൈയല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് എനിക്ക് വേണ്ടി ഒരു ഭൗതിക നന്മ അതിനകത്ത് കരുതുവാൻ തക്കവണ്ണം ഇടയായി മാറി. പ്രിയമുള്ളവരെ, എന്നെ ശ്രമിക്കുന്നവരെ, കേൾക്കുന്നവരെ, നമ്മുടെ ഇല്ലായ്മ അറിയാനായിട്ട്, നമ്മുടെ ഭാരം എന്താണ്, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞ് കരുതാനായിട്ട് ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞ് എൻ്റെ മറ്റ് സുഹൃത്തുക്കളായ സഹോദരങ്ങളെല്ലാം പലവിധ സ്വപ്നം കണ്ടവരായിട്ട് പല മേഖലകളിലും പിരിയാനായിട്ടിടയായി തീർന്നു. എന്നോട് പലരും ചോദിച്ചു, നിനക്ക് അടുത്ത് നിൻ്റെ ചുവടെങ്ങനെയാണ്, നീ എന്തായി മാറാൻ ഉദ്ദേശിക്കുന്നു, നിൻ്റെ അടുത്തുള്ള യാത്രാഗതി എങ്ങനെയാണ് എന്നോട് എല്ലാവരും ചോദിച്ചിരുന്നു. എനിക്ക് വലിയ കഴിവില്ലായിരുന്നു, എനിക്ക് വലിയ അറിവില്ലായിരുന്നു. ആ 3 വർഷം കൊണ്ട് ഞാൻ പഠിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില ഉറപ്പായ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് പരിചയസമ്പത്തായിട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ പഠിച്ചത് ഒരു ബാപ്റ്റിസ്റ്റ് പ്രസ്ഥാനത്തിൽ, അവിടെ ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അന്നവിടെ ഞാൻ പഠിച്ചു വന്നതും വേദപുസ്തകത്തിന് വിപരീതമായ ചില പദങ്ങൾ എൻ്റെ അതരങ്ങൾ കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ പഠിച്ചു വന്ന കീഴ്വഴക്കമനുസരിച്ച് പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ് അവിടെ ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും. അതാണ് ഞാൻ പ്രസംഗിക്കുവാനും ഇടയായത്. ആത്മാവുണ്ട്, അന്യഭാഷയില്ല എന്നാണ് അവിടുത്തെ പഠനമായിരുന്നത്. അങ്ങനെ ഞാൻ പല വേദികളിലും അന്യഭാഷ നിന്നുപോയി എന്ന് പഠിച്ച നിലവാരമനുസരിച്ച് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു. പറയട്ടെ, അവിടുത്തെ ആ പഠനം കഴിഞ്ഞ് അടുത്ത ഗതി, അങ്ങോട്ട് മുൻപോട്ടുള്ള യാത്ര എങ്ങനെയാകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വചനം പഠിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ഉൾവിളിയും എനിക്കുണ്ടായി. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തിരഞ്ഞെടുത്തു. അത് പോരാ, ദൈവത്തിൻ്റെ വിളി എന്നിലുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കോളേജിൻ്റെ ക്യാമ്പസ് വിട്ട്, ആ പടി വിട്ട് ഞാൻ വരുമ്പോഴാണ് മനസ്സിലായത്. വചനം പഠിക്കുക മാത്രമല്ല, സുവിശേഷ വേല ചെയ്യണം എന്നുള്ള അധികമായ ഒരു വാഞ്ചയും ദാഹവും എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിളിച്ചവനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ അമ്മയോടും അപ്പനോടും ഞാൻ പറഞ്ഞത്, എനിക്ക് അടുത്തൊരു സഭയുടെ ശുശ്രൂഷകനായിട്ട് മുൻപോട്ട് പോകണം. അങ്ങനെ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളൊക്കെ ഉൾപ്പെട്ടു നിന്ന സഭയിൽ തുച്ഛമായ കാലങ്ങൾ എനിക്ക് അവിടുത്തെ സഭയുടെ ശുശ്രൂഷകനായിട്ട് സേവനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള പല സഭകളിലും, കാട്ടാക്കട, അമ്പൂരി, ഇങ്ങനെയുള്ള പല ഇടങ്ങളിലും എനിക്ക് ദൈവത്തിൻ്റെ സഭ പ്രവർത്തനത്തിൽ, ശുശ്രൂഷയിൽ എനിക്ക് സഹകരിക്കാനുള്ള അവസരങ്ങൾ ദൈവം തന്നു. ഒത്തിരി സഭകൾ പണിയാനുള്ള അവസരങ്ങൾ എനിക്ക് ദൈവം തന്നു. എന്നാൽ ഞാൻ പറയട്ടെ, 1995 ഏപ്രിൽ മാസം 5-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് അന്ന് വളരെ ചെറുപ്പമായിരുന്നു. എൻ്റെ 24 വയസ്സ് പൂർത്തിയായ ആ പ്രായത്തിലാണ് വിവാഹം നടത്തുവാനായിട്ടിടയായി തീർന്നത്. ഞാൻ വിവാഹം കഴിക്കാനായിട്ട് തിരഞ്ഞെടുത്ത പെൺകുട്ടി അവരൊരു പെന്തക്കോസ്ത് കുടുംബത്തിലുള്ള പെൺകുട്ടിയായിരുന്നു. ഷാരോൺ ദൈവസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത ആ പ്രവൃത്തിയും അല്ലെങ്കിൽ പഠിച്ച വചന പഠനവും എല്ലാം നിർത്തിയിട്ട് ഈ ബാപ്റ്റിസ്റ്റ് പ്രസ്ഥാനം വിട്ട് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പറയട്ടെ, ഞാൻ ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ചില കാര്യങ്ങളും അത്ഭുതകരമായ പ്രവൃത്തികളുമാണ് എനിക്ക് അവിടെ നിന്ന് പഠിക്കാനും കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. എന്നെ ദൈവം വിളിച്ചു എന്നും ദൈവത്തിൻ്റെ വേല പലവിധ ത്യാഗത്തിലൂടെ, പലവിധ കഷ്ടതയിലൂടെ ഞാൻ ചെയ്യണമെന്നുള്ളത് എൻ്റെ ദൈവാത്മാവ് എന്നെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. എനിക്ക് വിവാഹം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും അല്പ നാളുകൾ ഒരു കുഞ്ഞില്ലാതെ ഭാരപ്പെട്ടു. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു മൂത്ത കുഞ്ഞിനെ ദൈവം തന്നത്. അല്പകാലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തൊരു പെൺകുഞ്ഞിനും കൂടെ തന്നു. 2 പെൺമക്കളെ ദൈവം തന്നു. ആമേൻ. മൂത്ത കുഞ്ഞിന് കേവലം 3 മാസം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ റാന്നി എന്ന പ്രദേശത്ത് അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് കടന്നു പോകാനിടയായി. ആ നാട്ടുകാർക്ക് വളരെ കൗതുകമായിരുന്നു. ആ നാട്ടിലുള്ളവർക്കൊക്കെ വളരെ ഞങ്ങളെ കണ്ട് പലപ്പോഴും ദുഃഖം പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വേല ചെയ്യാനായിട്ട് വരിക എന്നുള്ളത്. പരിചയമില്ലാത്ത
സ്ഥാനമാണ്. എൻ്റെ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ആരുമില്ലാത്ത സ്ഥാനമാണ്. അങ്ങനെ ആ റാന്നിയുടെ പ്രദേശത്ത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള അവസരം ദൈവം തന്നു. ഒന്നുമില്ലാത്ത ഞങ്ങൾക്ക് അവിടെ വെച്ച് ദൈവം എല്ലാ സമൃദ്ധികളും എല്ലാ നന്മകളും നൽകി തന്നു. ഞങ്ങളുടെ തലമുറകളും വളരാൻ തുടങ്ങി. അവിടുത്തെ വേല കഴിഞ്ഞ് പിന്നെയും എൻ്റെ സ്വന്തം നാട്ടിൽ കടന്നു വന്നു. ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ വേല ഉത്തമം തന്നെയാണ്. അത് വളരെ കഷ്ടതയിലൂടെ ഒക്കെ അത് ചെയ്യണമെന്നുള്ളത് ആത്മാവിനെ ധരിപ്പിച്ചു. പരിശുദ്ധ ആത്മാവിൻ്റെ നിർദ്ദേശം വിട്ടുമാറാതെ ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ കർക്കശക്കാരനായിട്ട് നിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള അവസരം ഇന്നും എനിക്ക് എൻ്റെ ദൈവം എൻ്റെ സ്വന്തം നാട്ടിൽ തന്നിരിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തത് ഒരിക്കലും ഒരു നഷ്ടമോ ഞാൻ വന്ന വഴിയോ ഒരു പരാജയത്തിൻ്റെ വഴിയോ അല്ല എന്നുള്ളത് എനിക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും. യേശു ജീവിക്കുന്ന ദൈവമാണ്, ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ പറയട്ടെ, പിന്നെയും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ, ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് അല്പനാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 15 രൂപയ്ക്ക് വളരെ ഭാരപ്പെട്ട ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. വളരെ ഭാരമായ അനുഭവം. എൻ്റെ ഭാര്യ അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ജീവിച്ചവളോ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതോ കഴിഞ്ഞ ഒരു കുടുംബത്തിലുള്ള വ്യക്തിത്വമല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അല്പമായ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. ഒരു 15 രൂപ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതിയായി. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കൂടെ സുവിശേഷ വേലയ്ക്കായിട്ട് ഉച്ച കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് മറ്റൊരു ദേവദാസനും ആൻറ്റിയുമായിട്ട് ഒരു വീട് ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വരുമ്പോഴാണ് ഈ 15 രൂപ കൊടുക്കാനുള്ള വ്യക്തി ഞങ്ങളോട് പണം ചോദിച്ചത്. എൻ്റെ ഭാര്യ എന്നെ നോക്കി കരഞ്ഞു. ഞാൻ അവളെ ആശ്വസിപ്പിച്ച് തിരികെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ പദത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ മുൻപോട്ട് പോകുവാനായിട്ടിടയായി തീർന്നു. പറയട്ടെ, ഞങ്ങളൊരു വീട്ടിലേക്ക് ചെന്നു. കണ്ടത് ആ വീട് അടഞ്ഞു കിടക്കുന്നു. പക്ഷേ ആ വീട്ടിനകത്ത് ആരോ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്നാൽ ആ വീടിൻ്റെ വാതിൽ ഞങ്ങൾ പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ 4 പേരുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും മറ്റൊരു ദേവദാസനും ഒരു ആൻറ്റിയും. ഞങ്ങൾ 4 പേരും ഏകദേശം മിനിറ്റുകൾ ആ വീടിൻ്റെ മുറ്റത്തായിരുന്നു. മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ആ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഒരു സഹോദരി, ആ വീട്ടിലെ സഹോദരി മുഖം തുടച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന തോർത്തുകൊണ്ട് മുഖം തുടച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. ഞങ്ങളെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ കയറി. ആമേൻ. അല്പം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. പറയട്ടെ, അവിടെ സംഭവിച്ചത് എന്താകുന്നു എന്നുള്ളത് ദൈവാത്മാവ് അത്തരത്തിൽ ആ സമയത്ത് ഞങ്ങളെ വെളിപ്പെടുത്തി. ദൈവാത്മാവ് ആ സഹോദരിയോട് പറഞ്ഞത്, മകളെ, നീ ഒന്ന് മുകളിലേക്ക് നോക്ക്. അല്പനിമിഷത്തിന് മുമ്പ് നീ മരിക്കേണ്ടതിനായിട്ട് നിന്റെ കഴുത്തിൽ സാരി അതിൻ്റെ ഒരഗ്രം ചുറ്റി ഈ ഫാനിലേക്ക് നീ എറിഞ്ഞൊരു നിമിഷമില്ലായിരുന്നു. പറയട്ടെ, ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന സമയത്ത് ആ വീട്ടിലെ സഹോദരി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം മരണം തിരഞ്ഞെടുക്കാനായിട്ട് ആ കട്ടിലിൻ്റെ മുകളിൽ കയറി ഒരു കസേരയിട്ട് അതിൻ്റെ മുകളിൽ കയറി സാരി തുമ്പ് തൻ്റെ കഴുത്തിൽ ചുറ്റി മറ്റൊരു ഭാഗം ഫാനിലേക്ക് ഇടുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്ന വീടിൻ്റെ വാതിൽ മുട്ടിവിളിച്ചത്. എന്തായാലും മരണം സംഭവിക്കാതെ അവരെ ദൈവം സൂക്ഷിപ്പാനായിട്ടിടയായി തീർന്നു. ഞങ്ങൾ അതിൽ നിന്ന് വളരെ ദൈവത്തെ സ്തുതിക്കാനായിട്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ മടങ്ങി വരാനായിട്ട് കാരണമായി തീർന്നു. ഞങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് ആ സഹോദരി ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ നിക്ഷേപം, ഒരു കാണിക്കെന്ന നിലയിൽ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചു. ഞാൻ തിരികെ വരുന്ന വഴിയിൽ വെച്ച് നോക്കിയപ്പോൾ 20 രൂപയുടെ ഒരു നോട്ടായിരുന്നു. എന്തിനു വേണ്ടിയാണോ ഞങ്ങൾ വേദനയോടെ പുറപ്പെട്ടു പോയത്. ഒരു 15 രൂപയ്ക്ക് ഒരു വ്യക്തി ഞങ്ങളെ വല്ലാതെ വേദനിച്ചപ്പോൾ തിരികെ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് സുവിശേഷ വേല ചെയ്യുന്ന ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും വളരെ വേദനിച്ചെങ്കിൽ തിരിച്ചു വന്നപ്പോൾ ആമേൻ ആ 15 രൂപ അവരെ കരത്തിൽ കൊടുക്കുകയും അതോടൊപ്പം തന്നെ 5 രൂപ അടുത്ത ദിവസത്തെ കാര്യത്തിന് വേണ്ടി സ്വരൂപിക്കുവാനും ദൈവമിടയാക്കി തീർത്തു. ഇല്ലായ്മയുടെ നടുവിലും എല്ലാം നൽകുന്നൊരു ദൈവമാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും വഴിയിൽ വീഴാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ത്യാഗങ്ങൾ വരാം, വേദനകൾ വരാം, നൊമ്പരങ്ങൾ വരാം, ഒറ്റപ്പെടലുകൾ വരാം, കുറ്റാരോപണങ്ങൾ വരാം. കൊള്ളാത്തവനെന്ന് ലോകം പറഞ്ഞു വന്നിരിക്കാം. പ്രിയ അവൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശ്രോതാക്കളെ, ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഭക്തൻ പറഞ്ഞൊരു പദമുണ്ട്, യോബ് എന്ന ഭക്തൻ പറഞ്ഞൊരു പദമുണ്ട്. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന്. ഇന്ന് വരെയുള്ള എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ചുവടുവയ്പ്പിൽ ഞാൻ കണ്ടതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ്. അടുത്തൊന്ന് 2 അനുഭവം കൂടെ ഞാൻ പറയട്ടെ. ഇതുപോലെ ഒരു ദിവസത്തിൽ എൻ്റെ സുവിശേഷ വേലയുടെ ഭാഗത്ത് ഞാൻ അനുഭവിച്ച ഒരു നൊമ്പരം കൂടെ ഒന്ന് വെളിപ്പെടുത്താം. അത് ഏറ്റവും അർത്ഥമായ കാര്യങ്ങളാണ്. ഞാൻ എവിടെയും അത് പറയുന്നൊരു പദമാണ്. ഏത് വേദിയിലും 10 പേര് കൂടുന്ന സദസ്സിൽ, 100 പേര് കൂടുന്ന സദസ്സിൽ, 1000 കൂടുന്ന വേദിയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു പദമാണത്. എന്താണെന്ന് അറിയാമോ? എനിക്ക് അടുത്ത ദിവസത്തിൽ ഒരു 165 രൂപയുടെ ഒരാവശ്യം. ഈ 165 രൂപയ്ക്ക് വേണ്ടി ഒരു രാത്രി ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. അന്ന് രാത്രി എൻ്റെ അമ്മ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു,
മകൻ എന്തിനാ ഇത്രയും കരയുന്നത്? പറഞ്ഞത് സുവിശേഷ വേലക്കാരനാണ്, അതുകൊണ്ടാകാം കരയുന്നതെന്ന്. ഞാനന്ന് രാത്രി കരഞ്ഞത് പിറ്റേ ദിവസത്തിൽ 165 രൂപ കൊടുക്കണം. ഇത് കൊടുക്കാൻ 10 രൂപയും, അങ്ങനെ 175 രൂപ എനിക്ക് വേണം. എന്ത് സംഭവിച്ചെന്നറിയാമോ? അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കിടന്ന് രാവിലെ 4 മണിക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റു. ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോടൊന്നുകൂടെ അപേക്ഷിച്ചു, നാളത്തെ ദിവസം ദൈവമേ, ഇന്നത്തെ ദിവസത്തിൽ ഇന്നലെ ഞാൻ കരഞ്ഞതാ, ഇന്നതിന് എനിക്കൊരു മറുപടി ഉണ്ടാകണം, പരിഹാരമുണ്ടാകണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചത്, എൻ്റെ ഒരു സഹോദരിയെ ദൈവം എന്നെ വെളിപ്പെടുത്തി. ഒരു വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഒരു വിദേശ പെട്ടി, അതിൻ്റെ കീഴിൽ ഒരു വട്ടമരത്തിൻ്റെ ഇലയിൽ അല്പം പണം പൊതിഞ്ഞു വെച്ചത് അവർക്ക് മറന്നുപോയി. അത് അവരെ ഓർപ്പിക്കാനായിട്ട് ദൈവാത്മാവിനെ ഓർപ്പിച്ചു. ഏകദേശം 6 മണിയായി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് അടുത്ത വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 6 മണിക്ക് ആ വീട്ടിൽ ചെന്നിട്ട് സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഞാൻ വന്നത് എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാൻ വന്നതാ. എന്താ? ഞാൻ പറഞ്ഞത് കള്ളം പറയരുത്. ആമേൻ. അവരോട് പറഞ്ഞത്, നിങ്ങളെ വീട്ടിൻ്റെ മുറിക്കകത്തിരിക്കുന്ന ആ വിദേശ നിർമ്മിതമായ പെട്ടിക്കടിയിൽ ഒരു വട്ടമരത്തിൻ്റെ ഇലയിൽ അല്പം പണം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മറന്നുപോയി, ഓർപ്പിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. എന്തായാലും അവർ ആ സെക്കൻഡിൽ തന്നെ തലയിൽ കൈവച്ചിട്ട് അവരെ മകളോട് വിളിച്ചു പറഞ്ഞു, മകളെ, ആ പെട്ടിയുടെ അടിയിലിരിക്കുന്ന ഇല എടുത്തു കൊണ്ടുവരാൻ, പൊതി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഉടനെ മകള് എൻ്റെ മുൻപിൽ തന്നെ ആ ഇല കൊണ്ടുവന്ന്, ആ പൊതി കൊണ്ടുവന്ന് സഹോദരി ഏൽപ്പിച്ചു. അവരത് തുറന്ന് നോക്കാനായിട്ട് എന്നോട് പറഞ്ഞൊരു പദമാണ്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ അവർ പാൽ കച്ചവടം ഉണ്ടായിരുന്നു, പശുവുണ്ടായിരുന്നു, അതിൻ്റെ പാലിൻ്റെ പണമായിട്ട് ആരോ കൊണ്ടുകൊടുത്തത് ഇവരെ കുളിക്കാനുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് അത് ആ പുല്ലിലിരുന്ന ഒരു വട്ടമരത്തിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് ഇവർ ആ പെട്ടിയുടെ അടിയിൽ വെച്ച് അവർ മറന്നുപോയതായിരുന്നു. എന്നാൽ ആ പൊതി എൻ്റെ കയ്യിൽ തന്നു. പറയട്ടെ, ഞാനത് വീട്ടിൽ കൊണ്ട് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ആ പൊതി തുറന്നപ്പോൾ കൃത്യം 175 രൂപയുണ്ടായിരുന്നു. 165 രൂപ കൊടുക്കാനുള്ളതും 10 രൂപ എൻ്റെ വാഹനത്തിന് വേണ്ടിയുള്ള നന്മ അതിനകത്ത് ദൈവം കരുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ വിളി ഏതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എത്രയെത്ര രംഗങ്ങളിൽ, എത്രയെത്ര വേദികളിൽ എന്നറിയാമോ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ദൈവത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നെ വിളിച്ചത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്നെയാണ്. അത് നൊമ്പരങ്ങളാകാം, ത്യാഗങ്ങളാകാം, മനോവേദനകളാകാം, ക്രൂരമായ മുള്ളുകളാകാം, നടപ്പാതകൾ, ആമേൻ, വളരെ ഭാരമായ അനുഭവങ്ങളാകാം. ആമേൻ. ഒരുവനെ ദൈവം വിളിച്ചിരിക്കുന്നത് തൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെയാണ്. എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ആരാധന നടക്കുമ്പോൾ ഒരു കുഞ്ഞ് ഞങ്ങളുടെ ആരാധനയിൽ വെച്ച് മരിച്ചു. ഞങ്ങളെല്ലാം നിലവിളിക്കാനും കരയാനും തുടങ്ങി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ആമേൻ, മരിച്ചെനിക്ക് ജീവനെ തന്നതുപോലെ ആ കുഞ്ഞിന് ദൈവം ജീവനെ തിരിച്ചു കൊടുത്തു. ഇന്ന് ആ മോള് BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം. എൻ്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഒരു ഭാഗത്ത് ഒരു മുഴയുള്ളവനായിട്ട് ഒരു ദിവസം ആരാധനയ്ക്ക് വന്നു. അവിടെ ആരാധനയും ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞ പദം ആ ദൈവഭക്തൻ സ്വീകരിച്ചു. തൽക്ഷണം ആ മുഴ തന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുവാനായിട്ട് കാരണമായി തീർന്നു. എൻ്റെ വാക്ക് കേൾക്കുന്നവരെ, ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തൻ. യേശു നിങ്ങളെ സൗഖ്യമാക്കാനായിട്ട് ശക്തൻ. ഞാൻ എടുത്ത തീരുമാനം പോലെ ഇന്നും ദൈവത്തിൻ്റെ വേലയിൽ ഞാനായിരിക്കുന്നു. നാളെയും അങ്ങനെയാകണമെന്ന് കർത്താവിന് മുമ്പിൽ അത് സമർപ്പിക്കുന്നു. ദൈവം ഈ പറയപ്പെട്ട വാക്കുമുഖാന്തരം നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഇതിനുള്ള അവസരമൊരുക്കിയ എൻ്റെ പ്രിയ സഹോദരങ്ങളോടുള്ള ഈ ചാനലിനോടുള്ള പ്രത്യേകമായ ആമേ സ്നേഹവും നന്ദിയും വിതരണത്തിൽ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.